ഈ വേറെ ഒരു പുത്തഞ്ചേരി സാർ എഴുതിയൊരു പാട്ടും കൂടെ നിങ്ങൾ ഇപ്പൊ ഈ ഇടയ്ക്ക് എനിക്ക് ഡിജിറ്റൽ സ്പേസ്. അതെ അത് രഘുനാഥ് പരീർ സാറ് ഡയറക്റ്റ് ചെയ്ത് കണ്ണീരിനു മധുരം എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണത്. ഗിരീഷേട്ടൻ നേരത്തെ എഴുതിയതാണ്, പക്ഷെ അത് മൂവി പുറത്തിറങ്ങിയിട്ടില്ല, ഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്കും മ്യൂസിക് ഡയറക്ടർ ശരത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ മദ്രാസിൽ ചെല്ലുന്ന സമയത്തുള്ള ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ്, ഏറ്റവും എൻ്റെ ഒരു ക്ലോസ് ടു മൈ ഹാർട്ടാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി ഒരുമിച്ചിട്ടുള്ള അത് ഇതുവരെ ഒരു സിനിമ ഒരെണ്ണം ചെയ്യാൻ പറ്റിയില്ല എന്നൊരു വിഷമം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. പക്ഷേ ഇത്രയും മനോഹരമായിട്ടൊരു പാട്ട് അത് ആരും കേൾക്കാതെ പോകുമെന്ന് പറഞ്ഞാൽ അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ഇടയ്ക്ക് അതിൻ്റെ വിഷ്വലും ഞങ്ങൾ സ്റ്റുഡിയോ വിഷ്വൽസും കൂടെ, അതായത് ഗിരീഷ് പുത്തഞ്ചേരി സാർ എഴുതി ശരത് ചേട്ടൻ മ്യൂസിക് ചെയ്ത ഒരു പാട്ട് ഒരു പടത്തിന് വേണ്ടി ചെയ്തത്. ആ പടം ഇറങ്ങിയില്ല, അത് കുറെ നാളായി. അതെ, ആ പാട്ട് മാത്രം നിങ്ങൾ രണ്ടും കൽപ്പിച്ച് ജനങ്ങളെ കേൾപ്പിക്കാൻ ഇറക്കുകയാണ് അല്ലേ? എനിക്കിത് ഞാനും ഗായത്രിയും കൂടെ ഡ്യുവറ്റ് ആണിത്, പക്ഷെ ഇതിൽ സോളോ ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ആ പാട്ട് ആദ്യം കേൾക്കാൻ നമുക്ക് തീർച്ചയായും രസമാട്ടോ, വലിയ സന്തോഷമല്ലേ അത്. ഇറ്റിറ്റു വീഴും നിലാവിലെ മുല്ല പോൽ മുറ്റത്തു ഞാൻ നിന്നെ കാത്തു നിന്നു. കാറ്റിൻ്റെ കാൽ പെരുമാറ്റം കേൾക്കുമ്പോൾ കവിതയും നിൻ ചുണ്ടിൽ പതുങ്ങി വന്നു. എൻ്റെ കരളിൻ്റെ ജാലകം തുറന്നു തന്നു. ഇറ്റിറ്റു വീഴും നിലാവിലെ മുല്ല പോൽ മുറ്റത്തു ഞാൻ നിന്നെ കാത്തു നിന്നു. ആഹാ.